കപ്പ ബിരിയാണി കഴിക്കാൻ തോന്നുന്നുണ്ട്, പക്ഷേ ചിക്കനും ബീഫും ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ സോയാ ബോൾ വെച്ചിട്ട് നല്ല ടേസ്റ്റിയുള്ള ഒരു കപ്പ ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ ഒരു ചീനച്ചട്ടി വെച്ച് അതിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന സവാള ഇട്ടൊന്ന് നന്നായിട്ട് വാടി വരുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയിട്ട് ഒന്ന് യോജിപ്പിക്കുന്നുണ്ട്. ഇതൊന്ന് വാടി വരുമ്പോഴേക്കും ഇതിലേക്ക് തീരെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളിയും ഒരു അരമുറി തക്കാളിയാണേ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാവേ. ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടി ഇട്ട് നല്ലോണം ഒന്ന് യോജിപ്പിക്കാം. ഇതിൽ നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ. ഇപ്പോൾ ആ സമയത്ത് നമുക്കൊരു വലിയ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് പച്ചമണം മാറുന്നവരെ ഒരു മിനിറ്റോളം ഒന്ന് ഇളക്കിയിട്ട് അതിലിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം. ചൂടുവെള്ളം ഒഴിച്ച് ഉപ്പിട്ട് വേവിച്ച് വെച്ചേക്കുന്ന സോയാബോളും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇതിലിട്ട് വേവിച്ച് വെച്ചേക്കുന്ന കപ്പ ഇടാം കേട്ടോ. ഇതാ കപ്പയെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഇനി നല്ലോണം മിക്സ് ചെയ്യുന്നതാണ് അടുത്ത പരിപാടി. ഇതേപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്നത് തട്ടിപ്പൊത്തി ഒരു 3-4-5 മിനിറ്റ് വെക്കാം കേട്ടോ. അടച്ച് വെക്കാം, ഇല്ല തുറന്ന് വെക്കാം, ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇനി അതിലോട്ട് പച്ചമുളകും ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ ഒരെണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒന്നുകൂടെ നല്ലോണം യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടെ ഒന്ന് വെളിച്ചെണ്ണയിൽ താളിച്ച് അതുകൂടെ ഇട്ടൊന്ന് യോജിപ്പിച്ച് എടുത്ത് കഴിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോയാബോൾ കപ്പ ബിരിയാണി റെഡി ആട്ടോ. കുറച്ച് സവാളയും കൂടി ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് കഴിച്ച് നോക്കി, നല്ല ടേസ്റ്റാണ്. ചിക്കനും ബീഫും ഒന്നും ഇല്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.